ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്കായിട്ട് വരുന്ന ഒരു നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ FCIയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ട് ആയിരുന്നു, ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം, ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഏജ് ലിമിറ്റ് എത്രയാണ് എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നൊരു കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് BSc in Agriculture from a recognized university or BSc with any of the following subject from a recognized university. നമ്മൾ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ്. ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫുഡ് സയൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ BSc ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ BTech or BE in Food Science or Food Science and Technology or Agricultural Engineering or Biotechnology from a recognized university. ഇവയിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് BTech ഓ BE ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അവരൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ് എല്ലാ കാറ്റഗറിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 27 വയസ്സാണ്. നമ്മൾ OBCയിലേക്ക് വരികയാണെങ്കിൽ 3 വയസ്സിൻ്റെ അതായത് 3 വയസ്സിൻ്റെ ഏജ് റിലാക്സേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. SC ST ആണെങ്കിൽ അത് 5 വർഷവും, നമ്മൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10 വർഷവും, OBC ആണെങ്കിൽ 13 വർഷവും, SC ST ആണെങ്കിൽ 15 വർഷവും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഏജ് റിലാക്സേഷനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഈ പറഞ്ഞവയാണ്. അപ്പോൾ നിങ്ങളുടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കലിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു അവസരം തന്നെയാണിത്. അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും. നല്ല നമ്പർ ഓഫ് വേക്കൻസീസും കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ കോഴ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള എക്സാമുകളുടെയൊക്കെ നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിൽ വലിയ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവാറില്ല. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും സിലബസ് ഒക്കെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.